ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിക്കപ്പെട്ട് അറസ്റ്റിലായ കന്യാസ്ത്രീകളെ പിന്തുണച്ച് കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ രംഗത്ത് വന്നു. നമുക്ക് മനസ്സിലാക്കാം, അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അവർ കൃത്യമായിട്ട് അവരുടേതായ ഒരു നിലപാടെടുത്തു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ കന്യാസ്ത്രീകളെ പിന്തുണച്ച് SDPI, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമാണ്. അവർ രംഗത്ത് വന്നിരിക്കുന്നു. ഒരു പേരിൻ്റെ പേരിൽ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയെറിഞ്ഞ, മഴ കൊണ്ട് കൈ വെട്ടിയെറിഞ്ഞ കൂട്ടരാണ് പോപ്പുലർ ഫ്രണ്ട്. അവരുടെ രാഷ്ട്രീയ മുഖമാണ് SDPI. ആ കേസിൽ SDPIയിലെ നേതാക്കളും പ്രവർത്തകരും അടക്കം അറസ്റ്റിലായിട്ടുണ്ട്. ആ SDPI ആണ് ഇപ്പോൾ ഇതാ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. എന്താണ് സാർ, ഈ SDPIക്ക് മനം മാറിയോ, അതോ ഇത് മറ്റെന്തെങ്കിലും ഗൂഢ ഉദ്ദേശം വെച്ചുള്ളതാണോ? അത് കപടമുഖമാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ മുമ്പൊരിക്കലും കാണാത്ത തരത്തിൽ ക്രൈസ്തവരുടെ പിന്നിൽ ഇപ്പോൾ എല്ലാവരും കൂടി അങ്ങ് അണിനിരന്നിരിക്കുക. അതെ, കാര്യമുണ്ട്. ഏറെക്കാലം രാജ്യം ഭരിച്ചത് ആരാ? കോൺഗ്രസ്സുകാരാണല്ലോ. അതെ. ആ കാലത്തൊന്നും ക്രൈസ്തവരുടെ മേൽ ഒരു ആക്രമണവും ഇവിടെ നടന്നിട്ടില്ലേ? എല്ലാ കാലത്തും ഇത് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി എന്തോ അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഇപ്പോൾ ഇതിന് പിന്നിൽ ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ക്രൈസ്തവരുമായിട്ട് BJP കൂടുതൽ അടുക്കുന്നു എന്നുള്ള ഒരു കാരണത്താലാണ് കേരളത്തിൽ വലിയ ഇളക്കം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സംശയം, BJP ക്രൈസ്തവരോട് അടുക്കുകയാണോ, ക്രൈസ്തവർ BJPയോട് അടുക്കുക? രണ്ട് തരത്തിലും അങ്ങനെ ഒരു ചോദ്യം. അല്ല, പലരും പരമ്പരാഗതമായി ക്രൈസ്തവർ, കേരളത്തിൽ ക്രൈസ്തവർ ഇപ്പോ നമ്മുടെ ചില ബിഷപ്പുമാരൊക്കെ പറഞ്ഞല്ലോ, ഒരുമിച്ചിരുന്ന് ചായ കുടി ഇനി നടക്കില്ലെന്ന്. ഇവർ ഈ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാനുള്ള ഒരു കാരണം തന്നെ നിരവധി ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിം ചെറുപ്പക്കാർ മതം മാറ്റി കല്യാണം കഴിച്ച് കൊണ്ടുപോയ ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ നിരവധി ക്രിസ്ത്യൻ പെൺകുട്ടികൾ മയക്കുമരുന്ന് കടത്ത് കേസിൽ പിടിയിലാകുന്നു. ഒപ്പം പിടിയിലാകുന്നത് മുസ്ലിം ചെറുപ്പക്കാരാണ്. ഇത് ക്രിസ്ത്യൻ സഭകളെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് ഗത്യന്തരമില്ലാതെ BJPയുമായിട്ട് അടുക്കേണ്ടി വന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. PC ജോർജ് ഇതെല്ലാം പറഞ്ഞതുള്ള ആളാണ്. അതെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 2020 പാലാ ബിഷപ്പ് തന്നെ ഇത് വിളിച്ചു പറഞ്ഞതാണല്ലോ. PC ജോർജ് എത്ര തവണ ഇത് പറയുന്നുണ്ട്. മൈക്കിന് മുമ്പിൽ വരുമ്പോഴെല്ലാം അദ്ദേഹം ഇത് പറയുന്ന കാര്യമാണ്. അപ്പം ഈ മുമ്പൊരിക്കലും കാണാത്ത തരത്തിലാണ് ഇപ്പോൾ ഈ എല്ലാവരും കൂടി ഈ ക്രൈസ്തവർ ഒരു പ്രേമം കാണിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. അത് ഇടത് വലത് മുന്നണികളും അതുപോലെ തന്നെ വർഗീയ സ്വഭാവമുള്ള ചില അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളും. അതാണ് നമ്മളെ SDPI എടുത്തു പറയുന്നത്. അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ വകഭേദം തന്നെയാണ്. അവരെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഒരു ബലത്തിലാണ് നിൽക്കുന്നത്. ഇപ്പൊ കമ്മീഷന്റെ അംഗീകാരമുണ്ട്. അതെ. ഇപ്പൊ പ്രതിഷേധത്തിന് വലിയ ആവേശം കാണിക്കുന്ന SDPIക്കാരാണ്. മീഡിയ കൊണ്ട് അലറി വിളിക്കുകയാണ്. എന്തൊരു സ്നേഹമാണ് കാണിക്കുന്നത്. ഇതെന്ന് തുടങ്ങി എന്നുള്ളതാണ്. ഇവര് ഈരാറ്റുപേട്ടയില് എത്രയോ ക്രൈസ്തവരുടെ കടകളൊക്കെ അറ്റാക്ക് ചെയ്തില്ലേ? അവിടെ പള്ളിക്കകത്ത് കയറി ഒരു ക്രിസ്ത്യൻ പുരോഹിതനെ തല്ലിയ സംഭവം, മർദ്ദിച്ച സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ SDPI ഇനത്തിൽപ്പെട്ട കുറേ എന്താ പറയുക, ചെറുപ്പക്കാർ, ഈ പ്രായപൂർത്തിയാകാത്തവർ പോലും അതിനകത്തുണ്ട്. ഈ ക്രിസ്ത്യൻ പുരോഹിതനെ മർദ്ദിച്ചു. അവിടെ ബൈക്ക് റേസിംഗ്, ശബ്ദം ഉണ്ടാക്കി ബൈക്ക് ഓടിച്ചത് ചോദ്യം ചെയ്തതാണ്. ഇവിടെ പള്ളിയിൽ പ്രാർത്ഥന നടക്കുകയാണ്, നിങ്ങൾ ദയവായിട്ട് നിശബ്ദത പാലിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ അച്ഛനെ കയറി ആക്രമിച്ചത്. ഇപ്പൊ തന്നെ പ്രശാന്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയവരാരാ? അതെ. അന്ന് ഇവർക്ക് ക്രൈസ്തവ പ്രേമമില്ലായിരുന്നു. അത് കേരളം വിറങ്ങലിച്ചു പോയില്ലേ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സംഭവത്തിൽ? ഒരു കുടുംബം മുഴുവൻ തകർത്തെറിയല്ലേ അവർ ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ വലിയ ഈ കന്യാസ്ത്രീകളോട് പ്രേമം കാണിച്ച് അവർ മുഴുവൻ അത് കാര്യം ഇത്രയേ ഉള്ളൂ. BJPയും ക്രൈസ്തവരും വളരെയധികം കൈകോർത്ത് നിൽക്കുന്നു, മുൻകാലങ്ങളിൽ ഇല്ലാത്ത തരത്തിൽ. ഇപ്പൊ തന്നെ ഈ SDPIക്കാരും അതുപോലുള്ള മറ്റു മത തീവ്രവാദികളും പ്രചരിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഒരു കുറ്റിക്കൽ അച്ഛൻ എന്ന് പറയുന്ന അദ്ദേഹം
ഈ തെരുവോരത്ത് കഴിയുന്ന ഈ പിന്നെ അനാഥരായിട്ട് കഴിയുന്നവരെയൊക്കെ എടുത്ത് അദ്ദേഹം കുളിപ്പിച്ച് വസ്ത്രം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ഒക്കെ സംരക്ഷിക്കുന്നുണ്ട്, അനാഥാലയങ്ങളിലൊക്കെ എത്തിക്കുന്നുണ്ട്. ഉടനെ അദ്ദേഹത്തിൻ്റെ പേരിൽ എന്താ പറഞ്ഞെന്നറിയാമോ? മതപരിവർത്തനം നടത്തുന്നു എന്ന് ഈ മീഡിയ വണിനെ പോലുള്ളവരും ഒക്കെ ഇരുന്ന് ചർച്ച നടത്തുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈ SDPIക്കാർക്ക് വേറൊരു സ്വഭാവമുണ്ട്. അവര് ഈ ഒരു മതേതര സ്വഭാവം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അവരുടെ ചില ആൾക്കാർ, അതായത് അവരുടെ ചില ആൾക്കാരെന്നല്ല, അവർ ചിലര് ഇതിന് തയ്യാറെടുത്ത് നിർത്തിയിരിക്കുകയാണ്. ഒരു മുണ്ടക്കയം ജോർജ് മതേതര സ്വഭാവം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മുണ്ടക്കയം ജോർജ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഉണ്ട്, നോക്കുക. കുരിശുപേക്ഷിച്ച് ഒരു ക്രൈസ്തവന് നിലനിൽപ്പുണ്ടോ? ഭരണകൂട ഭീകരതയെ ഭയന്ന് കീഴടങ്ങുമ്പോൾ കുരിശുപേക്ഷിച്ച് പേടിച്ചോടുന്നവന് പിശാചു ബാധിതൻ എന്നാണ് പറയല്. ഇതൊരു സ്നേഹമാണ് തോന്നിയിരിക്കുന്നത്. ഈ സ്നേഹം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജോസഫ് മാഷിന്റെ അടുത്ത് കാണിച്ചില്ലല്ലോ. പിന്നെ വേറൊരു SDPIയുടെ നേതാവുണ്ട്, ഒരു ബാബു മാത്യു. അതും ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്നുണ്ട്, ക്രൈസ്തവ സ്നേഹം മൂത്ത്. അത് അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയാണ്, ഞങ്ങൾ മതേതര സ്വഭാവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു വ്യാജ അക്കൗണ്ടുകളൊക്കെ. ഇത് ഈ മുണ്ടക്കയം ജോർജിന് താഴെ എഴുതിയിരിക്കുന്നത് ഈരാറ്റുപേട്ടയും അരുവിത്തുറയും എരുമേലിയും ഉൾപ്പെട്ട പൂഞ്ഞാറുകാരൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നോക്കണേ, ഇവരെത്രത്തോളം ഈ ഭീകരത പിന്നെ വിതയ്ക്കുന്നവരാണ്. ഇപ്പൊ ഇവർ എന്നിട്ട് കണക്ക് പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 4000-ഓളം പിന്നെ ക്രൈസ്തവരുടെ മേലാണ് ആക്രമണം നടന്നിട്ടുള്ളത്. പഴയ കണക്കൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഹിന്ദുക്കളുടെ മേലും എല്ലാ മതസ്ഥരും ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടന്നിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതലായിട്ട് നടന്നിട്ടുള്ളത് എവിടെ വെച്ച് തന്നെയാണ്? കോൺഗ്രസ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ വിമൺ ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അത് വിമൺ ഫ്രണ്ട് നിരോധിച്ചല്ലോ, അതിന്റെ വേറെ രൂപമാണ്. ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ വനിതാ വിഭാഗം. അവരും ഇതുപോലെ പിന്നെ വലിയ ക്രൈസ്തവ സ്നേഹം കൂടി ഇത്തരത്തിലുള്ള പോസ്റ്റുകളും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തിനു വേണ്ടിയാണെന്നുള്ളത് ഇപ്പോൾ വ്യക്തമായില്ലേ? BJP ക്രൈസ്തവ ബന്ധം. ഇപ്പൊ നേരത്തെ പ്രശാന്ത് ചോദിച്ചു, ഇത് ക്രൈസ്തവരെ അങ്ങോട്ടെടുക്കുകയാണോ BJP ഇങ്ങോട്ടെടുക്കുകയാണോ എന്ന് ചോദിച്ചു. ബിഷപ്പ് പാംപ്ലാനി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ റബ്ബറിന് 300 രൂപ വില തരൂ, ഞങ്ങളൊരു MB തരാമെന്ന്. എന്താണ്? നമ്മളുടെ ആവശ്യങ്ങൾ ഉണ്ട് ഇവിടെ, കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ നിൽക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഛത്തീസ്ഗഡിലെ കാര്യങ്ങൾ, അത് നിജസ്ഥിതി, അത് എന്താ, അത് കോടതിയിൽ നിന്ന് വരട്ടെ. അതിനപ്പുറം ഇവരെന്തിനു വേണ്ടി ഇപ്പൊ ഇവിടുന്ന് തന്നെ നമ്മുടെ വലിയ ഇടത് കക്ഷികളെല്ലാം കൂടെ കെട്ടിപ്പോയിരിക്കുകയാണല്ലോ. എന്ത് കാര്യത്തിന് വേണ്ടി, എന്താണെന്ന് പോലും അറിയാം. വെളുക്കാൻ തേച്ചത് വേണ്ടായി എന്ന് പറഞ്ഞ പോലെ ആയി. മര്യാദയ്ക്ക് ഇതങ്ങ് തീരുമായിരുന്നു. പക്ഷെ ഇതിനെ ഈ പറഞ്ഞതുപോലെ കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് ചെന്നു. അത്രയും വഷളാക്കി നമ്മുടെ MPമാരും ജനപ്രതിനിധികളും ഒക്കെ ചേർന്ന് ഈ കേരളത്തിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളെല്ലാം, അല്ലെങ്കിൽ ഈ വലിയ ശബ്ദകോലാഹലങ്ങളും ബഹളവും എല്ലാം, അവിടെ നമ്മൾ ആലോചിക്കണം, നിയമവ്യവസ്ഥയുള്ള രാജ്യമാണ്, നിയമവാഴ്ചയുള്ള രാജ്യമാണ്. അവിടുത്തെ കോടതികളും പ്രോസിക്യൂഷനും എല്ലാം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു കനത്ത തിരിച്ചടിക്കേ വഴിവെക്കുകയുള്ളൂ, സഹായിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.